ഹലോ ഫ്രണ്ട്സ്, നല്ല ചെറിയ ഉള്ളിയിൽ മൂപ്പിച്ചെടുത്ത് റോസ്റ്റ് ചെയ്ത കരിമീൻ കുഞ്ഞുള്ളി റോസ്റ്റാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് വീഡിയോ കണ്ടു നോക്കുക. നല്ല കുഞ്ഞുള്ളി കരിമീൻ റോസ്റ്റ് നല്ല നെയ്ച്ചോറിൻ്റെ കൂടെ പറ്റിയത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് വീഡിയോ ഒന്ന് കണ്ടു നോക്കി നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം. കുഞ്ഞുള്ളി കരിമീൻ റോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ഞാനൊരു പാനിൽ വെളിച്ചെണ്ണ ചൂടാക്കിയിട്ടുണ്ട്. അതിനകത്തോട്ട് 2 കപ്പ് കുഞ്ഞുള്ളി ചെറുതായിട്ട് ഇങ്ങനെ വട്ടത്തിൽ അരിഞ്ഞത് തന്നെ എടുക്കണം. ഞാൻ 2 കരിമീനാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു കരിമീന് 1 കപ്പ് ചെറിയ ഉള്ളി അത് നല്ല വട്ടത്തിൽ അരിഞ്ഞ് ഇതുപോലെ ചെറുതായിട്ട് കുഞ്ഞതായിട്ട് അരിഞ്ഞ് നമുക്കിതിനെ വഴറ്റിയെടുക്കാം. അതാണ് ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ്. ആ വെളിച്ചെണ്ണയിൽ കണ്ടോ ചെറിയ ഉള്ളി നന്നായിട്ട് വഴന്ന് വരുന്നുണ്ട്. ഇതിൻ്റെ വഴറ്റുന്നതിലാണ് അതിൻ്റെ ടേസ്റ്റ് കൂടുതലിരിക്കുന്നത്. ഈവൺലി ലൈറ്റ് ബ്രൗൺ ആവുന്നവരെ നമുക്കതിനെ വഴറ്റിയെടുക്കണം. കരിഞ്ഞു പോകരുത്, എന്നാൽ ലൈറ്റ് ബ്രൗൺ ആവുന്നവരെ വഴറ്റിയെടുക്കണം. അപ്പോൾ അതിനകത്തോട്ട് കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്തു. ചെറിയ തീയിൽ വേണം കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്തിട്ട് നമുക്കതിനെ ചെറിയ ഉള്ളിയുടെ അതിനകത്തിട്ടിട്ട് വഴറ്റിയെടുക്കാനായിട്ട്. അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തു. ഇത് മീഡിയം തീയിൽ ചെയ്യണം. ഇത് ഞാൻ വെറും 3-4 ഇൻഗ്രീഡിയൻറ്റ് മതി ഈ കുഞ്ഞുള്ളി കരിമീൻ റോസ്റ്റ് ഉണ്ടാക്കാനായിട്ട്. മെയിനായിട്ട് കുഞ്ഞുള്ളിയും കാശ്മീരി ചില്ലി പൗഡറുമാണ് വെളിച്ചെണ്ണയും. അപ്പോൾ ഇതിനകത്ത് വെളിച്ചെണ്ണ കിടന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. ഇപ്പോൾ ആ മുളക് പൊടിയൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഞാനിപ്പോൾ തീ ഒന്ന് കൂട്ടി കഴിഞ്ഞിട്ട് നമുക്ക് അതിനകത്തോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഏകദേശം ഒരു കപ്പോളം വെള്ളം ഒഴിച്ച് കൊടുക്കണം. എന്നിട്ട് ഇതിനെല്ലാം കൂടെ യോജിപ്പിക്കുക. ഒന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ ഇത്. അപ്പോൾ ആ ചെറിയ ഉള്ളിയും കാശ്മീരി ചില്ലി പൗഡറും ആ ഗ്രേവിയിൽ കിടന്ന് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. അതിനകത്തോട്ട് നമുക്കത് നല്ല മുഴുവൻ കരിമീൻ ഒന്നിങ്ങനെ ഇട്ട് കൊടുത്തേ. കരിമീൻ ഇങ്ങനെ ഇട്ട് കൊടുത്തു. എന്നിട്ട് അതിനെ അപ്പം തന്നെ നമുക്ക് തിരിച്ചിടാം. അപ്പോൾ 2 സൈഡിലും അതിൻ്റെ ഗ്രേവിയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഈ സൈഡ് ഈ കരിമീനും ഞാൻ അപ്പം തന്നെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുകയാണ്. കണ്ടോ, ഈ ചെറിയ ഉള്ളിയിൽ ഇങ്ങനെ പൊതിഞ്ഞിരിക്കുന്നത് വെന്ത് വരുമ്പോൾ അതിൻ്റെ കൂടെ കറിവേപ്പില, ഒരു 3-4 തണ്ട് കറിവേപ്പില നമുക്ക് ഹോൾ കറിവേപ്പിലയായിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിനെ മൂടി വെച്ചിട്ട് ചെറിയ തീയിൽ വേവിച്ചു. അപ്പോൾ അതിങ്ങനെ തീ മീഡിയം ആക്കിയിട്ടുണ്ട്. എന്നിട്ട് മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ്സ് കൊണ്ട് നമുക്കതിനെ കുക്ക് ചെയ്ത് റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ ഒരു 2-3 മിനിറ്റ്സ് കഴിഞ്ഞു. ഞാനൊന്ന് തുറന്ന് നോക്കുകയാണ്. കണ്ടോ, ഞാൻ ആ ചെറിയ ഉള്ളിയൊക്കെ അതിൻ്റെ മുകളിലൊന്ന് ഇട്ട് കൊടുത്തു. അപ്പം അതിൽ കിടന്ന് നന്നായിട്ട് വെന്ത് വന്നോളും. ചെറുതായിട്ട് മീഡിയം ഹീറ്റിലാണ് ഇത് ചെയ്യുന്നത്. ഒന്നും കൂടെ ചാറൊക്കെ വറ്റി ആ കുഞ്ഞുള്ളി ആ കരിമീനിൽ പൊതിഞ്ഞിരിക്കുന്നത് വേണം നമുക്കതിനെ റോസ്റ്റ് ചെയ്ത് എടുക്കാനായിട്ട്. ഒന്നും കൂടെ മൂടി വെച്ച് വേവിക്കാം. ഏകദേശം ഒരു 10 മിനിറ്റ്സ് കഴിഞ്ഞു. നമ്മുടെ കുഞ്ഞുള്ളി കരിമീൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഞാൻ അടുപ്പങ്ങ് ഓഫ് ചെയ്യാണ്. നമുക്കത് നെയ്ച്ചോറിൻ്റെ കൂടെ സെർവ് ചെയ്യാം. അപ്പം ഈ റെസിപ്പി ഒരു പ്രത്യേക റെസിപ്പിയാണ്. അത് നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുമല്ലോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയാൽ മാത്രം പോരാ, എല്ലാവരും അത് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണം. നിങ്ങളുടെ കമൻസും ഇട്ടേക്കണേ.